ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. അപ്പോൾ ഇന്നത്തെ യാത്ര പൊന്മുടി എന്ന് പറയുന്ന ഹിൽ സ്റ്റേഷനിലേക്കുള്ള യാത്രയാണ്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് പൊന്മുടിയിൽ പോകുന്നത്. അപ്പോൾ ഇതുവരെ പോയിട്ടില്ല. പൊന്മുടി ഞങ്ങൾക്ക് വളരെ അടുത്താണ്. നെടുമങ്ങാട് നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം 20ഓളം കിലോമീറ്ററൊക്കെ ഉള്ളൂ നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ. എന്നിട്ട് പോലും ഞാൻ ഇതുവരെ പൊന്മുടിയിൽ പോയിട്ടില്ല. എന്നും പോകണോ, കാരണം അവിടെ പോകുന്ന വഴികൾ ഭയങ്കര വളഞ്ഞ വഴിയാണ്. അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, ഈ വളഞ്ഞ വഴികൾ പോകുന്നത്. അതുകൊണ്ടാണ് അത് ഇതുവരെ പോകാതിരുന്നത്. മാത്രമല്ല, പിന്നെ ഞാൻ പഠിച്ചു കഴിഞ്ഞ് ആ സമയത്തൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് പിക്നിക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒന്നും വീട്ടിൽ നിന്ന് പെർമിഷൻ തരാറില്ലായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒന്നിനും പോയിട്ടില്ല. പിന്നെ ഞങ്ങൾ മുംബൈയിൽ പോയി മാരേജ് കഴിഞ്ഞ്. അങ്ങനെ ഈ സ്ഥലം കാണാതായി. ഇപ്പോഴാണ് നമ്മളിവിടെ കുറച്ച് നാൾ കൊണ്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നത്. പിന്നെ കുട്ടികളൊക്കെ ചെറുതായിരുന്ന സമയത്തും എവിടെ യാത്ര ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പം എന്തായാലും അവിടേക്കുള്ള ഒരു യാത്രയാണ്. അപ്പോൾ അത് എല്ലാവരുമായി എൻ്റെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ പോവുകയാണ്. ഈ വളഞ്ഞ വഴികൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വൊമിറ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മോൾക്കും അതുപോലൊക്കെ തന്നെയാണ്. പക്ഷേ ഹിൽ സ്റ്റേഷൻ കാണാൻ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്, ഫസ്റ്റ് ടൈം ആണെങ്കിലും. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ്. ഇനിയും നമ്മൾ ഫോറസ്റ്റ് വഴിയാണ് മുഴുവൻ, ഒട്ടുമുക്കാൽ ഭാഗങ്ങളും ഇതിൽ ഫോറസ്റ്റ് ഏരിയയിലാണ് വരുന്നത് കേട്ടോ. വിതിര ജംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് നെടുമങ്ങാട് നിന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വിതിര കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫോറസ്റ്റ് തുടങ്ങുകയായി. കല്ലറ നദിയുണ്ട് ഇവിടേക്ക് പോകുന്ന. കല്ലറ നദി, പൊന്മുടി റിവർ രണ്ടും ഇതിനെ വിളിക്കും. നമ്മൾ ഈ പോകുന്ന വഴിയിൽ തന്നെ ഈ നദിയുടെ ഒരു ശബ്ദം, ഒഴുകുന്ന ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. വെള്ളപ്പാച്ചിൽ വരുന്ന പോലെ ഒരു ഇതാണ്. ഏകദേശം കാലാവസ്ഥയൊക്കെ ഭയങ്കര ഇരുണ്ട ഒരു കാലാവസ്ഥയായിരുന്നു ഞങ്ങൾ പോയപ്പോൾ. പൊന്മുടിയിൽ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് പറയുന്നത്. വെയിലുള്ള സമയം വളരെ കുറവായിരിക്കും. അപ്പോൾ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു വിനോദസഞ്ചാര മലമ്പ്രദേശമാണ് വിതുര പൊന്മുടി എന്ന് പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് സഞ്ചരിക്കുകയാണെങ്കിൽ ഏകദേശം 61 കിലോമീറ്റർ ദൂരമുണ്ട് പൊന്മുടിയിലേക്ക് എത്താൻ. പിന്നെ പൊന്മുടി കടൽ നിരപ്പിൽ നിന്ന് 1100 മീറ്റർ ഉയരെയാണ്. അറബിക്കടലിന് സമാന്തരമായ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ പൊന്മുടിയിലെ കാലാവസ്ഥ വർഷത്തിൽ മിക്കവാറും എല്ലാ സമയവും തണുപ്പും മൂടൽമഞ്ഞ് നിറഞ്ഞതായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ പൊന്മുടിയിലൊരു ടിക്കറ്റ് കൗണ്ടറുണ്ട് അകത്തേക്ക് പോകാൻ. കുറേ ദൂരം ഫോറസ്റ്റ് ഏരിയ വഴി സഞ്ചരിച്ചാൽ പിന്നീട് നമുക്ക് ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 പേർക്ക് ഞങ്ങൾക്ക് 200 രൂപയാണ് ആയത്. അപ്പോൾ അവിടെ ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു പ്രദേശമാണ്. ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് എത്തിയാൽ വാഴ്വാൻ തോൽ എന്ന് പറയുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടം. മഴക്കാലത്തൊക്കെ ഇത് നല്ല ശക്തമായ വെള്ളച്ചാട്ടമായിട്ട് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഉൾക്കാട്ടിൽ നിന്ന് വരുന്നത് വാഴ്വാൻ തോൽ എന്നാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര്. ചെറിയ വെള്ളച്ചാട്ടമാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഇറങ്ങി നിൽക്കാനും അതിൻ്റെ ഭംഗി ആസ്വദിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. പക്ഷേ ആ ഒരു കാലാവസ്ഥയും ആ ഒരു വൈബും ചേർന്ന് വരുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായൊരു ഹാപ്പിനെസ്. അപ്പോൾ ഇതാണ് ആ വാഴ്വാൻതോൽ വെള്ളച്ചാട്ടം. ഉൾക്കാടിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. മലനിരപ്പിൽ നിന്ന് വരുന്ന ജലമായതുകൊണ്ട് തന്നെ വളരെ ശുദ്ധമായ ജലമാണ്. ഇവിടേക്ക് താഴേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് കൗണ്ടറിൻ്റെ താഴെയായി ലേഡീസിനും ജെൻസിനും ഒക്കെ പോകാനുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. ആ ഭാഗത്തൂടെയാണ് ഞാൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ കല്ലാർ ഒഴുകുന്നുമുണ്ട്. പൊന്മുടി റിവർ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം കേട്ടോ. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു കാട്ടിലേക്ക് നമ്മൾ കയറി പോകുന്ന ഒരു ഫീലാണ്. വീടുകളൊന്നുമില്ല, പിന്നെ ടീ പ്ലാന്റേഷൻസും കാര്യങ്ങളും മാത്രമാണുള്ളത്. അപ്പോൾ പൊന്മുടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യകാലങ്ങളിൽ ഇതൊരു ബുദ്ധമത കേന്ദ്രമായിരുന്നു എന്ന വാദവുമുണ്ട്. വിതുരയിൽ നിന്ന് ബോണക്കാട് പോകുന്ന വഴിയിൽ മണ്ണിനടിയിൽ നിന്നും പ്രദേശവാസികൾക്ക് ലഭിച്ച ബുദ്ധവിഗ്രഹം അവിടുത്തെ ശാസ്താ ക്ഷേത്രത്തിൽ പൂജിച്ചു വരുന്നു എന്ന് പറയപ്പെടുന്നു. ഞാൻ ആ ക്ഷേത്രത്തിൽ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ വിതുരയിൽ നിന്ന് ബോണക്കാട് പോകുന്ന വഴിയിൽ ഒരു ബുദ്ധക്ഷേത്രം ഉള്ളതായും പറയപ്പെടുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് കിഴക്കുള്ള അഗസ്ത്യകൂടം മലയിൽ, അഥവാ പൊതിയൽ മല എന്നറിയപ്പെടുന്ന അഗസ്ത്യകൂടം മലയിൽ അവലോകിനേശ്വര വിശ്വാസ സമ്പ്രദായം നിലവിലിരുന്ന ബുദ്ധമത കേന്ദ്രമായിരുന്നു എന്ന് തെളിവുകൾ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറയുന്നു. ഇത് ഒരു അറിവ് മാത്രമാണ്. ഞാൻ അവിടേക്ക് പോയിട്ടില്ല. ഈ അഗസ്ത്യകൂടം മലയിൽ ഞാൻ പോയിട്ടില്ല. പക്ഷെ കേട്ടിട്ടുണ്ട് ധാരാളം. അവിടെ പോകണമെന്നൊരാഗ്രഹമുണ്ട്. എന്നാണ് അത് സാധിക്കുന്നത് എന്നുള്ളത്
അറിയില്ല. അപ്പം സംഘം കൃതികളിൽ പൊതിയൽ മലയെ പോതാള എന്നാണ് വിളിക്കുന്നതെന്ന് പറയുന്നു. സംഘകാലത്തെ കൃതികളിൽ അതിൽ പോലും ഇതിനെക്കുറിച്ചുള്ള പരാമർശമുണ്ട് എന്ന് പറയപ്പെടുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പൊന്മുടിയെക്കുറിച്ചുള്ള. ബുദ്ധിസം അസ്തമിച്ചപ്പോൾ തീർത്ഥാടനം നിൽക്കുകയും കേരളത്തിലെ ബുദ്ധജനതയുടെ ഇതര ബുദ്ധകേന്ദ്രങ്ങളായുള്ള ബന്ധം അറ്റുപോവുകയും ചെയ്തു. 14-ാം നൂറ്റാണ്ടിൽ സന്ദർശിച്ച മാൻലെസ് പോ ആണ് ഔദ്യോഗിക ഭാഷ്യപ്രകാരം അവസാന തീർത്ഥാടകൻ്റെ പേരാണ് മാൻ ലൻസ് പോ എന്ന് അറിവുകൾ പറയുന്നു. അപ്പോൾ മറ്റു കാര്യങ്ങൾ, മലദൈവങ്ങൾ പൊന്നു സൂക്ഷിക്കുന്ന മലയായതിനാൽ പൊന്മുടി എന്ന പേര് വന്നതെന്ന് കാണിക്കാരായ ആദിവാസികൾ വിശ്വസിക്കുന്നു. ഇവിടെ താമസിക്കുന്ന ജനത കാണിക്കാർ എന്ന് പറയുന്ന ഒരു ജനവിഭാഗമാണ്. എന്നാൽ പേരിൻ്റെ യഥാർത്ഥ കാരണം ഇവിടെ പുരാതന കാലത്തുണ്ടായിരുന്ന ബുദ്ധ-ജൈന സംസ്കാരമാണ് എന്നാണ് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. ചിലർ പറയുന്നത് മലദൈവങ്ങൾ പൊന്നു സൂക്ഷിക്കുന്ന മലയായതിനാൽ പൊന്മുടി എന്ന പേര് ലഭിച്ചുവെന്നാണ്. അപ്പോൾ പേരെന്ത് തന്നെയാലും അതീവ ഭംഗിയുള്ള ഒരു ഭൂപ്രദേശം തന്നെയാണിത്. എൻ്റെ ആദ്യത്തെ യാത്രയിൽ തന്നെ ഇത് ഏകദേശം എനിക്കൊരു മൂന്നാറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് എനിക്ക് മൂന്നാറിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടു. അതായത് ഒരു സായന്തനമൊക്കെ നമുക്ക് ചിലവഴിക്കാൻ ഇത് ഏറ്റവും അനുയോജ്യമായൊരു പ്ലേസ് തന്നെയാണ് തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച്. ദൂരെ നിന്ന് വരികയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ യാത്രാ ക്ലേശങ്ങളുണ്ടല്ലോ ഇവിടെ എത്താനായി. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു പ്രദേശത്തേക്ക് യാത്ര ചെയ്യണം. കുറേ ദൂരം നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് കരുതി എനിക്ക് പോലും ഞാൻ അത്രയും ദൂരം നടന്ന് ഈ മലയുടെ മുകൾ വരെ എത്താൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ തന്നെ അതിശയിപ്പിച്ച ഒരു കാര്യമായിരുന്നു. നല്ലൊരു ശാരീരികവും മാനസികവുമായ സന്തോഷം എനിക്കിവിടെ വന്നപ്പോൾ അനുഭവപ്പെട്ടു ഫ്രണ്ട്സ്. അതുകൊണ്ടാണ് ഞാനത് ഈ കാഴ്ചകൾ നിങ്ങളിലേക്ക് കൂടി എത്തിക്കാം എന്ന് കരുതിയത്. അപ്പോൾ ആർക്കെങ്കിലും തിരുവനന്തപുരത്ത് വരുന്നവരുണ്ടെങ്കിൽ പൊന്മുടി സന്ദർശിക്കുന്നത് ഏറ്റവും നല്ല കാര്യമായിരിക്കും. ഒരു ഈവനിങ് ഒക്കെ സന്ദർശിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഉച്ച സമയത്തൊക്കെ ചിലപ്പോൾ വെയിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ പൊന്മുടിക്ക് പേര് വന്നതിനെക്കുറിച്ച് പല ഐതിഹ്യ കഥകൾ നിലനിൽക്കുന്നു. പൊന്മുടി, പൊന്നമ്പലമേട്, പൊന്നാമല, പൊന്മന തുടങ്ങിയ പേരുകളും ഇത്തരത്തിലുണ്ടായവയാണെന്നുള്ള വാദമുണ്ട്. പക്ഷേ ബുദ്ധമത കേന്ദ്രമായിരുന്ന പൊന്മുടി ബുദ്ധമത കേന്ദ്രമായിരുന്നു എന്ന വാദമാണ് ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ നമുക്ക് ഉള്ളത്. ഇങ്ങനെയൊക്കെയാണ് പേരിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പറയുന്നത്. അപ്പോൾ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ പൊന്മുടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ധാരാളം ടീ എസ്റ്റേറ്റുകളുണ്ട്. ഇവിടുത്തെ തേയിലപ്പൊടി വളരെ നല്ല